ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു സാറ്റർഡേ ഈവനിങ് വ്ളോഗാണ്. മഴയുള്ളൊരു ദിവസം വെറുതെ ഒരു റൈഡിന് പോയാലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവനും കൂടി വെറുതെ ഒരു റൈഡ് പോയതാണ്. പക്ഷേ അത് വെറുതെ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കയ്യോടെ ഒരു വ്ളോഗാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മഴയുള്ള സമയത്തും അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിലും ഏറ്റവും കൂടുതൽ പോകാൻ നല്ല ഒരു റോഡെന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ റോഡാണ്. അപ്പോൾ അതുവഴി നമ്മൾ പോയി ലാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് വൈപ്പിൻ പോകാമെന്ന്. അങ്ങനെ വൈപ്പിൻ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോശ്രീ പാലം കയറിയപ്പോൾ നമ്മുടെ വല്ലാർപാടം ചർച്ച കണ്ടപ്പോൾ അവൻ ചോദിച്ചു, നീ പള്ളിയുടെ മുകളിൽ കയറിയിട്ടുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, പള്ളിയുടെ മുകളിലൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ അവൻ പറഞ്ഞു, നീ കയറിയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കയറാൻ പറ്റില്ല. അത് പിന്നെ ഒരു തർക്കമായി. എങ്കിൽ പിന്നെ കാണിച്ചിട്ടേ ഉള്ളൂ കാര്യമെന്ന് അവനും, കണ്ടേ തീരുമെന്ന് ഞാനും. ഒരു 3-4 വട്ടമെങ്കിലും ഞാൻ വല്ലാർപാടത്ത് പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്നേ വരെ ഞാനത് കണ്ടിട്ടില്ല. അതിൻ്റെ ബലത്തിലാട്ടോ ഞാൻ തർക്കിച്ചത്. പള്ളിയുടെ മുകളിൽ കയറാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും എനിക്കൊരു വ്ളോഗ് എടുക്കാനുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്, അതായത് തന്നെ ഡേ ഇൻ മൈ ലൈഫിൽ ആഡ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും പോകാമല്ലോ. പിന്നെ കുറേ നാളായി പള്ളിയിലും പോയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, തിരിച്ചു പള്ളിയിലേക്ക്. അങ്ങനെ വൈപ്പിൻ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ സംശയം തീർക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി. ആക്ച്വലി അതൊരു നിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. ചർച്ചിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇതാണേ. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ചർച്ച് ഇരിക്കുന്നത്, അതും ഐലൻഡിൽ. ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1524 പോർച്ചുഗീസുകാരാണ് കേട്ടോ ഈ ദേവാലയം പണി കഴിപ്പിച്ചത്. 2004 സെപ്റ്റംബർ 12 മുതൽ ഈ ദേവാലയം കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ വർഷവും ഏകദേശം 1 കോടിയോളം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. പള്ളിക്ക് നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. കാരണം എത്ര ബസ് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കിംഗ് സ്പേസ് അവിടെ ഉള്ളത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പള്ളിയുടെ ഇടത് സൈഡിൽ കൂടി നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് വഴിയോ സ്റ്റെയർ വഴിയോ, ലിഫ്റ്റിൽ പ്രത്യേക ടിക്കറ്റാണ്, ലിഫ്റ്റ് വഴിയാണ് ഞങ്ങൾ കയറിയത്. അതുവഴി മുകളിലേക്ക് പോകാം. ഞങ്ങൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, വേറെ ഫാമിലി ഉണ്ടായിരുന്നു. മുകളിലെത്തി, അതായത് ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുക, എങ്ങനെയാണോ നമ്മൾ കാഴ്ച കാണുക, ആ രീതിയിലാണ് നമുക്ക് ഈ പള്ളിയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഞാൻ ആകെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടോ ഒരു പള്ളിയുടെ ടോപ്പിൽ കയറി നിൽക്കുന്നത്, അതും ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും. ഞാൻ അവനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിത് ഭയങ്കരമായിട്ട് ലൈഫിൽ മിസ്സായേനെ, ചിലപ്പോൾ അറിയാൻ ലേറ്റായേനെ. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യൂവും ഇത്രയും കാമായിട്ടുള്ളൊരു സ്ഥലവും. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കറിയില്ല എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന്. ഈ കാണിക്കുന്ന വ്യൂ എല്ലാം നമ്മൾ അവിടെ നിന്ന് കാണുന്നതാണേ, അതായത് പള്ളിയുടെ ഏറ്റവും മുകളിൽ നിന്ന്. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ അത്രയും ഉണ്ടായിരുന്നു. തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും ഏകദേശം സന്ധ്യ മയങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ചൂല് നേർച്ച കണ്ടത്. അതായത് പള്ളിയുടെ ചുറ്റും ചൂല് കൊണ്ട് അടിച്ച് വാരുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കുമെന്നുള്ളൊരു വിശ്വാസം അവിടെയുണ്ട്. അതാണ് അവിടുത്തെ പ്രധാന നേർച്ചയും. ഞങ്ങൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകാനും അവിടെ നിൽക്കാനും ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ക്ലൈമറ്റും ആയിരുന്നു. വല്ലാർപാടം ചർച്ച് എനിക്ക് എങ്ങനെയാണ് ഫെമിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിൻ്റെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ സ്ഥിരം പോകുമ്പോഴും വരുമ്പോഴും ഈ ചർച്ച് കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ദിവസം മനസ്സിന് ഭയങ്കര സങ്കടം വന്നപ്പോൾ ആരോ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ പോയി പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചാൽ സമാധാനം ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ പോയി ഒരു ദിവസം മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനവും ഒരു എന്താ പറയുക, ഒരു ആത്മധൈര്യമൊക്കെ കിട്ടില്ലേ, അതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അതിന് ശേഷമാണ് ഞാനിവിടെ വല്ലപ്പോഴൊക്കെ പോകാൻ തുടങ്ങിയത്. ഇപ്രാവശ്യം വന്നപ്പോൾ ആ പതിവ് തെറ്റിച്ചില്ല. തിരി വാങ്ങി പോയി കത്തിച്ചു, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം സമാധാനമായിട്ട് തിരിച്ചിറങ്ങി നമ്മുടെ തൊട്ടടുത്തുള്ള കൗണ്ടറിൽ വന്നു. അവിടെ ഗൂഗിൾ പേ ഇല്ല കേട്ടോ, ക്യാഷ് മാത്രമേ ഉള്ളൂ. അവിടുന്ന് നേർച്ച പായസവും അരിയുണ്ടയും പിന്നെ നമ്മുടെ ഒരു വചനങ്ങളുടെ ഒരു ബോക്സില്ലേ, അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി 200-നകത്തേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ റേറ്റ് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, അവിടെ ഗൂഗിൾ പേ ഇല്ല, ക്യാഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ട് ക്യാഷ് മേടിക്കണമായിരുന്നു. എല്ലാം കഴിഞ്ഞ് മനസ്സമാധാനത്തോടുകൂടി ഫുൾ പോസിറ്റിവിറ്റിയോടുകൂടി തന്നെയാണ് ഇറങ്ങിയത്. വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, അവിടെ തന്നെ ഇരിക്കാനാണ് തോന്നുക. അതിപ്പോൾ അമ്പലമായാലും പള്ളിയായാലും നമുക്ക് കുറേ കൂടി ഇരിക്കാൻ തോന്നുമല്ലോ. മനസ്സില്ലാ മനസ്സോടെ തിരിച്ച് വീണ്ടും കണ്ടെയ്നർ റോഡ് വഴി വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.